ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ 6ാമത്തെ ചാപ്റ്റർ തെർമോഡൈനാമിക്സ്, അതിലെ ഫോക്കസ് ഏരിയ പോർഷൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുക. തെർമോഡൈനാമിക്സിൽ അധികം പോർഷൻസ് ഒഴിവാക്കിയിട്ടില്ല, മെജോറിറ്റി പോർഷനും ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുന്നുണ്ട്. ആദ്യത്തേത് സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. ഇതിന്റെ രണ്ടിന്റെ ഡെഫിനേഷൻ. വാട്ട് ഈസ് എ സിസ്റ്റം? It is a part of the universe which is selected for our study. Then what is surroundings? System ഒഴികെ യൂണിവേഴ്സിൽ ബാക്കിയുള്ളതെല്ലാം സറൗണ്ടിങ്സ് ആണ്. The remaining part of the universe that can interact with it is called surroundings. The remaining part of the universe that can interact with the system is called surroundings. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിസ്റ്റം. 3 ടൈപ്പ് സിസ്റ്റം ഉണ്ടെന്ന് നമുക്കറിയാം. ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. 3ന്റെയും ഡെഫിനിഷനും എക്സാമ്പിളും പഠിച്ചിരിക്കണം. ആദ്യത്തേത് എന്താണ് ഓപ്പൺ സിസ്റ്റം? എ സിസ്റ്റം ദാറ്റ് ക്യാൻ എക്സ്ചേഞ്ച് matter and energy with the surroundings is called open system. Example, hot water taken in a cup അല്ലെങ്കിൽ hot tea in a cup. രണ്ടാമത്തേത് closed system. A system that can exchange only energy but not matter with the surroundings is called closed system. A hot coffee in a closed cup അല്ലെങ്കിൽ hot water in a closed cup. അടുത്തത് ഐസൊലേറ്റഡ് സിസ്റ്റം. എ സിസ്റ്റം വിച്ച് ക്യാൻ നെയ്തർ എക്സ്ചേഞ്ച് മാറ്റർ ഓർ എനർജി വിത്ത് ദ സറൗണ്ടിങ്സ് ഇസ് കോൾഡ് ഐസൊലേറ്റഡ് സിസ്റ്റം. എ സിസ്റ്റം വിച്ച് ക്യാൻ നെയ്തർ എക്സ്ചേഞ്ച് മാറ്റർ നോർ എനർജി വിത്ത് ദ സറൗണ്ടിങ്സ് ഇസ് കോൾഡ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം. എക്സാമ്പിൾ, ഹോട്ട് വാട്ടർ ടേക്കൺ ഇൻ എ തെർമോസ് ഫ്ലാസ്ക്. 3 ടൈപ്പ് സിസ്റ്റം. ഇനി നമ്മൾ പ്രോപ്പർട്ടീസിലേക്ക് വരികയാണ്. തെർമോഡൈനാമിക്സിൽ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടീസിന് ജനറൽ ആയിട്ട് നമ്മൾ ചില ക്ലാസിഫിക്കേഷൻസ് നടത്തും. അതിൽ ആദ്യത്തേത് എക്സ്റ്റൻസീവ് ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ്. അതും നമുക്ക് ഡെഫിനിഷൻ ആവശ്യമാണ്. ആദ്യത്തേത് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസ്. ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ആണ് എക്സ്റ്റൻസീവ്. The properties of the system which depend upon the quantity of matter. A word ആണ് ഓർത്തു വെക്കേണ്ടത്, quantity of matter. Properties which depend upon the quantity of matter in a system are called extensive properties. Then examples. മിക്കവാറും കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ട് അതിന് എക്സ്റ്റൻസീവ് എന്നും ഇന്റൻസീവ് എന്നും ക്ലാസിഫൈ ചെയ്യാനായിരിക്കും ചോദിക്കുക. അപ്പോൾ പ്രോപ്പർട്ടീസ് എക്സാമ്പിൾസ് പരിചയപ്പെട്ടിരുന്നാലാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. എക്സ്റ്റൻസീവിന് എക്സാമ്പിൾ, അതായത് മാസിനെ അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ്: മാസ്, വോളിയം, ഹീറ്റ് കപ്പാസിറ്റി, ദെൻ നമ്മൾ തെർമോഡൈനാമിക്സിൽ പഠിക്കാൻ പോകുന്ന പുതിയ ചില പ്രോപ്പർട്ടീസ്: എൻതാൽപ്പി, ഇന്റേണൽ എനർജി. ഇതെല്ലാം എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസ് ആണ്. അടുത്തത് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ്. ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യാത്തത്. ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ ക്വാണ്ടിറ്റി. പ്രോപ്പർട്ടീസ് വിച്ച് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ദി ക്വാണ്ടിറ്റി ഓഫ് സബ്സ്റ്റൻസ് പ്രസന്റ് ഇൻ എ സിസ്റ്റം. അല്ലെങ്കിൽ properties which do not depend upon the quantity of substance present in a system are called intensive properties. Example, temperature, pressure, density. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് വരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ കൊടുക്കാൻ ഓർത്ത് വെക്കാൻ പറ്റുന്ന ഏതാനും പ്രോപ്പർട്ടീസ് ആണ്. ടെമ്പറേച്ചർ, പ്രഷർ, ഡെൻസിറ്റി, സർഫസ് ടെൻഷൻ, വിസ്കോസിറ്റി. ഇതെല്ലാം ഇന്റൻസീവ് പ്രോപ്പർട്ടീസിൽ വരും. ഓക്കെ, ഇനി പ്രോപ്പർട്ടീസിന്റെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആണ് സ്റ്റേറ്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷനും. എന്താണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ? സ്റ്റേറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത്.
അതായത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ. അപ്പൊ പാത്ത് ഫംഗ്ഷനോ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത്ര കൊടുത്താൽ മതി. സ്റ്റേറ്റ് ഫംഗ്ഷൻ is a property which depend only on the state of the system and not on the path. Example. ഇതൊക്കെ തന്നെ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, ഇന്റേണൽ എനർജി, അതുകൂടാതെ എൻതാൽപ്പി, എൻട്രോപ്പി, ഇതെല്ലാം നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാൻ പോകുന്ന പ്രോപ്പർട്ടീസ് എല്ലാം സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. പാത്ത് ഫംഗ്ഷൻ properties that depend on the path followed are called path function. Properties that depend on the path followed are called path function. Example, heat and work. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന രണ്ട് പ്രോപ്പർട്ടീസ്, ഹീറ്റ് ആൻഡ് വർക്ക്, അത് മാത്രമാണ് പാത്ത് ഫംഗ്ഷനിൽ ഉൾപ്പെടുന്നത്. അപ്പൊ ഇത്രയുമാണ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിന്നും നമുക്ക് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുന്നത്. 3 ടൈപ്പ് സിസ്റ്റം, 3ന്റെ ഡെഫിനിഷനും എക്സാമ്പിളും പഠിക്കണം. പ്രോപ്പർട്ടീസിൽ എക്സ്റ്റെൻസീവ് ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടീസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എക്സാമ്പിൾ എഴുതാനും പഠിക്കണം. പിന്നുള്ളത് സ്റ്റേറ്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷനും ഡിഫൈൻ ചെയ്യാം, അതുപോലെ തന്നെ എക്സാം. ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇനി ഓരോ പ്രോപ്പർട്ടീസ് ആയിട്ട് എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. ആദ്യത്തെ പ്രോപ്പർട്ടിയാണ് ഇന്റേണൽ എനർജി. യു എന്ന ലെറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഇന്റേണൽ എനർജിയുടെ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം. ഇറ്റ് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി പ്രസന്റ് വിത്തിൻ എ സബ്സ്റ്റൻസ്. ഇത്രയും കൊടുത്താൽ മതി. ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി പ്രസന്റ് വിത്തിൻ എ സബ്സ്റ്റൻസ് ഈസ് കോൾഡ് ഇന്റേണൽ എനർജി. അതിന് കൂടെ 2 കാര്യങ്ങൾ കൂടെ നമുക്ക് നോട്ട് ചെയ്യാം. ഇറ്റ് ഈസ് അൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി and it is also a state function. Internal energy is an extensive property and it is also a state function. From medial internal energy definition complete ആയി. ഇനി a system can change its internal energy mainly in 2 different ways. One, by the transfer of heat. ഇന്റേണൽ എനർജിയിൽ ചേഞ്ച് വരുന്നെങ്കിൽ ഒന്നുകിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യോ റിലീസ് ചെയ്യോ, അതാണ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ്. സെക്കൻഡ് വൺ, ബൈ ഡൂയിങ് വർക്ക്. എ സിസ്റ്റം ക്യാൻ ചേഞ്ച് ഇറ്റ്സ് ഇന്റേണൽ എനർജി either by transfer of heat or by doing work. ഇത്രയുമായാൽ ഇന്റേണൽ എനർജി എന്ന പ്രോപ്പർട്ടിയെ കുറിച്ചുള്ള ഡെഫിനിഷനായി. ഇനി നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഫസ്റ്റ് ലോ എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്റേണൽ എനർജിയെ കുറിച്ചാണ് ഫസ്റ്റ് ലോ, അതുകൊണ്ട് ഫസ്റ്റ് ലോ ഉൾപ്പെടെ നമ്മൾ പഠിച്ചിരിക്കണം. ആദ്യം ഫസ്റ്റ് ലോ ഡിഫൈൻ ചെയ്യണം. വാട്ട് ഈസ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? ഡെഫിനിഷൻ പറയണം. എന്താണ്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സ്റ്റേറ്റ്സ് ദാറ്റ് energy can neither be created nor destroyed. Or മറ്റൊരു തരത്തിലും കൂടെ ഡിഫൈൻ ചെയ്യാം. The total energy of the universe remains constant. Total energy of the universe remains constant. ഇനി ഇതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എഴുതണം. A system has an internal energy U1. It absorbs Q amount of heat and do W amount of work. അങ്ങനെയാണെങ്കിൽ ഇനി എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ വേണമെന്നില്ല. U2 is equal to U1 plus Q plus W. Therefore, U2 minus U1 equal to Q plus W or delta U equal to Q plus W. ഇതാണ് ഫസ്റ്റ് ലോയുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ഡെൽറ്റ U equal to Q plus W. ഇനി ഡബ്ല്യുവിന് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. W is equal to minus P delta V. Substitute this. Then delta U equal to Q minus P delta. ഇനി അടുത്ത ടോപ്പിക്, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ്
ഡെൽറ്റ യു. അത് നമുക്ക് ആവശ്യമാണ്, കാരണം ഇന്റേണൽ എനർജി ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുന്ന ടോപ്പിക്കാണ്. അപ്പൊ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡെൽറ്റ യു എന്ന് ചോദിച്ചാൽ, വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡെൽറ്റ വി 0 ആയി, ഈ ടേം മൊത്തം 0 ആയി. അപ്പോൾ ഡെൽറ്റ യു എന്ന് പറയുന്നത് ക്യൂവിന് ഇക്വലന്റ് ആണ്. അതാണ് അതിന്റെ സിഗ്നിഫിക്കൻസ്. അപ്പൊ എങ്ങനെ എഴുതാം സിഗ്നിഫിക്കൻസ് ചോദിച്ചാൽ? ആദ്യം നമ്മൾ ഫസ്റ്റ് ലോയുടെ ഇക്വേഷൻ എഴുതുന്നു. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയിരിക്കേണ്ടവർ എഴുതിയെടുത്തോളൂ കേട്ടോ. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡെൽറ്റ യു എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഡെൽറ്റ യുവിന്റെ എക്സ്പ്രഷൻ എഴുതി. ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ദെൻ W is equal to minus P. W is equal to minus P delta V. Therefore, delta U equal to Q minus P delta V. If volume is constant, delta U equal to വോളിയത്തിൽ ചേഞ്ച് ഇല്ല എന്ന് വെച്ചാൽ ഡെൽറ്റ V 0. Q എപ്പോഴാണെന്നൊരു കണ്ടീഷൻ ഉള്ളത് കൊണ്ട് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് V എന്ന് കൂടെ കൊടുക്കാം. Delta U equal to QV. This is the significance of delta U. അതായത് വോളിയം കോൺസ്റ്റന്റ് ആയിട്ട് നടക്കുന്ന റിയാക്ഷൻസിലെ ഹീറ്റ് ചേഞ്ചിനെ തന്നെയാണ് ഇന്റേണൽ എനർജി ചേഞ്ച് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. The change in internal energy of a system at a constant volume will be equal to the heat absorbed or evolved. ഇത് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. ബോംബ് കലോറിമീറ്റർ എന്ന apparatus ഉപയോഗിച്ച് heat absorbed or evolved can be measured using bomb calorimeter. ഇത്രയുമാണ് ഫസ്റ്റ് ലോയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇന്റേണൽ എനർജിയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പൊ അതിനകത്ത് എന്തൊക്കെ വരണം? ഇന്റേണൽ എനർജിയുടെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ വരണം. അത് കഴിഞ്ഞാൽ ഫസ്റ്റ് ലോയുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനും ഡെൽറ്റ യുവിന്റെ സിഗ്നിഫിക്കൻസും, ഇതിൽ നിന്നുള്ള ഈ 4 സ്റ്റെപ്പ് ഇക്വേഷൻസ് അത്രയും മതി. ഓക്കെ, ഇനി നമ്മൾ അടുത്ത തെർമോഡൈനാമിക് പ്രോപ്പർട്ടിയെ കുറിച്ചാണ് പഠിക്കുക, എൻതാൽപ്പി. എൻതാൽപ്പിക്ക് ക്യാപിറ്റൽ ലെറ്റർ H എന്ന സിമ്പിൾ ആണ്. എൻതാൽപ്പി പഠിക്കുമ്പോൾ എൻതാൽപ്പിയുടെ ഡെഫിനിഷൻ പഠിക്കണം. ഡെഫിനിഷനും മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനും. അത് കഴിഞ്ഞാൽ ഡെൽറ്റ എച്ചിന്റെ ഇക്വേഷൻ പഠിക്കണം. ദെൻ സിഗ്നിഫിക്കൻസ് ഓഫ് ഡെൽറ്റ എച്ച്. ഈ 3 കാര്യങ്ങൾ അതിൽ തന്നെ വരും. So, what is enthalpy? It is the sum of internal energy and pressure volume energy of a system. What is enthalpy? Enthalpy is the sum of internal energy and pressure volume energy. അതേ ഡെഫിനിഷനെ മാത്തമാറ്റിക്കലായിട്ട് എഴുതിയതായത്. H is equal to U plus PV. Enthalpy is the sum of internal energy and pressure volume energy. ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് ഡെൽറ്റ എച്ച്. എന്താ ഡെൽറ്റ എച്ച്? ഒരു പ്രോസസ് നടക്കുമ്പോൾ അവിടെ ഉണ്ടായ എൻതാൽപ്പി ചേഞ്ച്. എന്താണ് ഈ ഡെൽറ്റ എച്ച് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. സോ ഫ്രം ദിസ് ഇക്വേഷൻ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഓഫ് പി വി. നമ്മളിതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പഠിച്ചതാണ്. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി പ്ലസ് വി കോൺസ്റ്റന്റ് ആക്കാം, വി ഇൻറ്റു ഡെൽറ്റ പി. ഇവിടെ നമ്മളൊരു കണ്ടീഷൻ അപ്ലൈ ചെയ്യാണ്. ഇഫ് ദ പ്രോസസ് ഈസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, the process is at constant pressure. Pressure constant ആണെങ്കിൽ delta P 0. Therefore, delta H equal to delta U plus P delta V. This is the expression for delta H. വലിയ ഡെറിവേഷൻ ഒന്നും പറയാനില്ല. എൻതാൽപ്പിയുടെ എക്സ്പ്രഷൻ എഴുതി അതിലേക്ക് ഒരു ഡെൽറ്റ കൊടുത്തു. പ്രഷർ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നിങ്ങൾ ഓർത്ത് വയ്ക്കാം, ഇന്റേണൽ എനർജിയിൽ വോളിയമാണ് കോൺസ്റ്റന്റ് ആയിരുന്നത്. ഇവിടെ വന്നപ്പോൾ അത് പ്രഷറായി. പ്രഷർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഈ ടേം 0 ആയിപ്പോയി. സോ ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഓക്കെ, ഇനി ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ ഡെൽറ്റ യുവിന്റെ എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു. അത് ഇവിടേക്ക് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡെൽറ്റ എച്ച് എന്നതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്, ഡെൽറ്റ എച്ചിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് കിട്ടും.
So substitute for delta U. എന്താണ് delta U? Delta U is equal to Q plus W. W ന് മൈനസ് പി ഡെൽറ്റ വി കൊടുത്താൽ Q മൈനസ് പി ഡെൽറ്റ വി. അതിവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? ഡെൽറ്റ യുവിന് പകരം ഈക്വേഷൻ കൊടുത്തു Q മൈനസ് പി ഡെൽറ്റ വി. ബാക്കി ഇവിടെ പ്ലസ് പി ഡെൽറ്റ വി ഉണ്ട്. മൈനസ് പി ഡെൽറ്റ വിയും പ്ലസ് പി ഡെൽറ്റ വിയും കൂടെ 0 ആയാൽ ബാക്കി ഡെൽറ്റ എച്ച് ഈക്വൽ ടു Q. കണ്ടീഷൻ ഉണ്ടായിരുന്നു എന്താ? പ്രഷർ കോൺസ്റ്റന്റ് ആക്കിയപ്പോൾ മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് ഒരു പി കൂടെ കൊടുക്കും. So what is the significance of delta H? Delta H is equal to the heat absorbed or evolved at constant pressure. പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ട് നടക്കുന്ന റിയാക്ഷൻസിലെ ഹീറ്റ് ട്രാൻസ്ഫർ എത്രയാണോ അതിനെയാണ് അതിന്റെ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത്. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ക്യൂ പി. അപ്പൊ അതും നമ്മൾ പഠിച്ചിരിക്കണം. എന്താണ് എൻതാൽപ്പി, എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ്. അപ്പൊ എൻതാൽപ്പിയുടെ ഡെഫിനിഷനും ഈ ഇക്വേഷൻസുമാണ് അവിടെ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഡെൽറ്റ എച്ച് ഓൾസോ നമുക്ക് മെഷർ ചെയ്യാം. കലോറിമീറ്റർ എന്ന അപ്പാരറ്റസില് കോൺസ്റ്റന്റ് പ്രഷറിൽ പ്രോസസ് നടത്തുകയും അവിടുത്തെ ഹീറ്റ് ട്രാൻസ്ഫർ എത്ര എന്ന് കണ്ടുപിടിച്ചാൽ മതി. അതിനെയാണ് ഡെൽറ്റ എച്ച് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും തമ്മിലുള്ള റിലേഷൻ എന്താണ്? രണ്ടും ഹീറ്റ് ആണ്. ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ വി ആണ്, ഡെൽറ്റ എച്ച് ഈക്വൽ ടു ക്യൂ പി ആണ്. ബട്ട് ദർ ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ യു. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി അല്ലേ നമ്മുടെ സ്റ്റാർട്ടിംഗ് ഇക്വേഷൻ. ഇതില് പി ഡെൽറ്റ വിക്ക് പകരം നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ നിന്നുള്ള എക്സ്പ്രഷൻ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താ? പി വി വൺ പ്രഷർ കോൺസ്റ്റന്റ് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. പി വി വൺ ഈക്വൽ ടു എൻ, നമ്പർ ഓഫ് മോൾസ് കോൺസ്റ്റന്റ് ആണ്. വോളിയം വി വൺ ആയിരുന്നപ്പോ നമ്പർ ഓഫ് മോൾസ് N1. ടെമ്പറേച്ചർ ആണ് കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് പ്രഷറിലും കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അനുസരിച്ച് ഇനീഷ്യൽ വോളിയം V1 ആയിരുന്നു, അപ്പോഴത്തെ നമ്പർ ഓഫ് മോൾസ് N1. സോ PV1 ഈക്വൽ ടു N1 RT. ഇനി വോളിയം ചേഞ്ച് ചെയ്യുന്നു. വോളിയം ചേഞ്ച് ചെയ്താൽ നമ്പർ ഓഫ് മോൾസ് ചേഞ്ച് ചെയ്യും. നമ്മൾ പഠിച്ചിട്ടുണ്ട് അവഗാഡ്രോസ് ലോ ഒക്കെ അനുസരിച്ച് വോളിയം ഈസ് പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ് എന്നല്ലേ പഠിച്ചിരിക്കുന്നത്. വോളിയം മാറുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്പർ ഓഫ് മോൾസും മാറും. PV2 ഈക്വൽ ടു N2 RT. ഇനി സെക്കൻഡ് ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് ചെയ്തേ. പ്രഷർ കോൺസ്റ്റന്റ് V2 മൈനസ് V1നെ ഡെൽറ്റ വി എന്നെടുക്കാം. N2 മൈനസ് N1നെ ഡെൽറ്റ എൻ എന്നെടുക്കാം. RT രണ്ടിലും കോമൺ. Then P delta V equal to delta N RT. അത് മാത്രം ഇവിടെ കൊടുക്കാനുള്ളൂ നമുക്ക്. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വിക്ക് പകരം ഡെൽറ്റ എൻ RT. What is delta N? It is the difference in the number of moles of gaseous products and gaseous reactants. ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നിട്ടാണ് കൺവേർട്ട് ചെയ്യാൻ, ഏതെങ്കിലും ഒന്ന് മറ്റേതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പ്രോബ്ലം ചോദിക്കുന്നെങ്കിൽ ഡെൽറ്റ എൻ കണ്ടുപിടിക്കേണ്ടി വരും. റിയാക്ഷൻ ആണെങ്കിൽ റിയാക്ടന്റിന്റെ മൊത്തം നമ്പർ ഓഫ് മോൾസ് എടുക്കുന്നു, പ്രോഡക്റ്റിന്റെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്നു. പ്രോഡക്റ്റ് മൈനസ് റിയാക്ടന്റ് ചെയ്യുക, അതാണ് ഡെൽറ്റ എൻ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഡെൽറ്റ എച്ചിനെ ഡെൽറ്റ യുവിലേക്ക് കൺവേർട്ട് ചെയ്യാം, ഡെൽറ്റ യുവിനെ ഡെൽറ്റ എച്ചിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ജനറലായിട്ട് ഇത്രയാണ് എൻതാൽപ്പി എന്ന ഒരു തെർമോഡൈനാമിക് പ്രോപ്പർട്ടിയെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് വരുന്നത് എൻതാൽപ്പി ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ.